പ്രൈസലോ വേഗം പ്രതീക്ഷിക്കുന്ന നാമത്തിലെ സ്നേഹം നിർത്തെ എല്ലാ ദൈവമൊക്കെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവന്റെ ജീവിതത്തിൽ വചനം മർക്കോസ് 8:36. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം? ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ഒരു വചനം വായിക്കുമ്പോൾ ദൈവമക്കളായ നമ്മളോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ, മനുഷ്യരായി നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വരുന്നൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു പാപം എന്തുവാ, നമ്മൾ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ ആഗ്രഹിക്കും. സാമ്പത്തികമായിട്ടൊരു ഉയർച്ച, ഒരു സാമ്പത്തിക നന്മ അല്ലെ, നമ്മൾ അധികമായിട്ട് ആഗ്രഹിച്ചു പോകുന്നൊരവസ്ഥ. പല സിറ്റുവേഷൻ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ അത് അറിഞ്ഞോ അറിയാതെയോ മനുഷ്യ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നൊരു തെറ്റാണ്. പക്ഷേ ആ ഒരു ഈ ലോകത്തിൽ നമുക്ക് സമ്പത്തിനെ പറ്റി കർത്താവ് വ്യക്തമായിട്ട് ഈ ഒരു വചനത്തോട് നമ്മുടെ ഇടപെടുക. കാരണം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും അല്ലെ, നമുക്കറിയാം ഒരു സർവ്വലോകവും നേടുക എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി അല്ലെ ഭൗതികമായ നന്മയിൽ ഹൈ ആയിട്ടല്ലേ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ് സർവ്വലോകവും നേടുന്നത്. കാരണം ആ വ്യക്തി ജീവിതത്തിന്റെ മുന്നിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. മാനുഷ്യമായിട്ട് നോക്കുമ്പോൾ അസാധ്യമായിട്ട് ഒന്നുമില്ല. പണം കൊടുത്ത് എന്തും നേടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ആ ഒരു മനുഷ്യൻ എത്താൻ തക്കോണം ഇടയാവും. പക്ഷേ ഒന്നുണ്ട്, അങ്ങനെ നേടിയാലും ദൈവത്തെ വിട്ട് പോയാൽ അല്ലെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ, നമുക്കറിയാം ഈ ജീവൻ നഷ്ടപ്പെടുത്തി കളയുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, സമ്പന്നന്മാരൊക്കെ ജീവിക്കുന്നില്ലയോ, അവർക്ക് ജീവനില്ലയോ എന്ന് നമ്മൾ മാനുഷ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു ചോദ്യം കടന്നു വരും അല്ലേ. പക്ഷെ ഇവിടെ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നിത്യജീവനാണ്. നമുക്കറിയാം സാമ്പത്തികമായിട്ടൊരു ഹൈയിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു വ്യക്തി ജീവിതം പരിശ്രമിക്കുമ്പോൾ, അതിനായിട്ട് അധ്വാനിക്കുമ്പോൾ പലപ്പോഴും ദൈവഹിതമില്ലാത്ത പല വഴിയിലും കൈവെക്കുകയും പോവുകയും അല്ലെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിൽ കൂടി കടന്നു പോകും. എങ്കിൽ മാത്രമേ പലപ്പോഴും ഒരു സമ്പന്നമായിട്ട് ഹൈ ലെവലിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ ദൈവം നമുക്ക് ദാനമായി തന്ന നിത്യജീവൻ അല്ലെ, നിത്യജീവൻ നഷ്ടപ്പെടാൻ തക്കണം ഇടയാവും. നിത്യജീവന്റെ അവകാശികൾ ആരാ? കർത്താവിൻ്റെ വഴിയിൽ ഒരു വള്ളിപ്പുള്ളി തെറ്റാതെ വിശ്വസ്തയോടെ നിൽക്കുന്ന തൻ്റെ മക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ഗിഫ്റ്റാണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞല്ലേ. അതിന് നമ്മൾ അവകാശികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വഴിയിൽ തന്നെ ആയിരിക്കണം. ഏതെങ്കിലും രീതിയിൽ മറുതലിച്ചു പോയാൽ ആ നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടും. അതാ ഈ ഒരു വചനത്തിലൂടെ കർത്താവ് വ്യക്തമായി പറഞ്ഞത്. ഒരു മനുഷ്യ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ എന്ത് പ്രയോജനം എന്ന്. മനുഷ്യമായി നോക്കുമ്പോൾ അങ്ങനെ ഒരു ലൈഫിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പല തെറ്റുകൾ നമ്മൾ പോലും അറിയാൻ നമ്മളെ തേടി വരും. നമ്മൾ അതിലേക്ക് കൈവെക്കുവാൻ തക്കണം ഇടയായിത്തീരും. കാരണം മാനുഷ്യമായ ചിന്തകളിലേക്ക് നമ്മൾ കടന്നു ചെന്ന ദൈവികമായിട്ടുള്ള ആലോചനകളും ദൈവത്തിൻ്റെ ചിന്തകളും നമ്മൾ മറുതലിക്കാൻ തക്കണം ഇടയാവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ചില ഇടിവുകൾ ഉണ്ടെങ്കിലും ചില കഷ്ടതകൾ ഉണ്ടെങ്കിലും കർത്താവിനോട് ഒന്ന് പറഞ്ഞു, അപ്പാ എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ നന്മ അല്പം കുറഞ്ഞാലും സാരമില്ല, നിത്യജീവന അവകാശിയാകാനുള്ള ഒരു കൃപ എൻ്റെ ജീവിതത്തിൽ തരണം. ആ കൃപയ്ക്ക് അവകാശിയായി തീരുവാൻ തൊക്കണം എന്നെയും എടുത്തുപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കും, അനുഗ്രഹിക്കും. കാരണം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന തൻ്റെ മക്കൾക്ക് അല്ലെ ചില കഷ്ടതകൾ കടന്നു വന്നാലും പ്രയാസങ്ങൾ കടന്നു വന്നാലും ഒരു വ്യക്തി ജീവിതത്തിൻ്റെ മുന്നിൽ നമ്മൾ തലകുനിക്കാൻ ഒരിക്കലും നമ്മുടെ പിതാവ് സമ്മതിക്കത്തില്ല. തക്ക സമയത്ത് നമ്മുടെ എല്ലാ വഴികളിലും അനുഗ്രഹമായി കർത്താവ് നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഭൗതികമായിട്ടുള്ള നന്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എപ്പോഴും പ്രയോറിറ്റി എന്തിനായിരിക്കണം? നമ്മുടെ പിതാവിലേക്കുള്ള നോട്ടത്തിൽ പിതാവിൻ്റെ ആ ഒരു സ്വത്ത് അല്ലെ, ആ ഒരു നിത്യജീവൻ എന്നൊരു സ്വത്ത് അത് പ്രാപിക്കാൻ തക്കണം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. ഈ വചനത്തെ എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.